China is with quote of the day. Don't wish it was easier. Wish you were better. Don't wish for less problems. With more skills, don't wish for less challenges. Wish more wisdom. Jim Rohn. Next up is our dear friend Cadet Akshay joining us for introduction. കാഡറ്റ് ആയിരുന്ന പ്രധാന വാർത്തകൾ. ലൈഫ് മിഷൻ സ്റ്റേ നീക്കണമെന്ന CBI ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. നടൻ പൃഥ്വിരാജിന് കോവിഡ് ബാധ സ്ഥിരീകരിച്ചു. അണിയറ പ്രവർത്തകരും താരങ്ങളും ക്വാറന്റൈൻ. ചേർമല സാംബവം കോളനിയിലെ നടപ്പാത പൂർത്തിയാക്കാത്ത കരാറുകാരനെതിരെ നടപടി സ്വീകരിക്കണമെന്ന് BJP. കോവിഡിന് പുതിയ ചികിത്സാ രീതി. ഇന്ത്യക്കാരിയായ 14-കാരിക്ക് US യുവശാസ്ത്ര സമ്മാനം. വാർത്തകൾ വിശദമായി. ലൈഫ് മിഷൻ ക്രമക്കേടിൽ സർക്കാരിന് എതിരായ അന്വേഷണത്തിനുള്ള ഭാഗിക സ്റ്റേ നീക്കണമെന്ന് CBIയുടെ അപേക്ഷ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. പേരാമ്പ്ര ചേർമല സാംബവൻ കോടതി നടപ്പാത സമയബന്ധിതമായി പൂർത്തിയാക്കാത്ത കരാറുകാരനെതിരെ നടപടി സ്വീകരിക്കണമെന്ന് BJP ജില്ലാ സെക്രട്ടറി മോഹൻ ആവശ്യപ്പെട്ടു. നടൻ പൃഥ്വിരാജിന് കോവിഡ് ബാധ സ്ഥിരീകരിച്ചു. ജനഗണമന എന്ന പുതിയ സിനിമയുടെ ചിത്രീകരണത്തിനിടെയാണ് അദ്ദേഹത്തിന് ബാധിച്ചത്. സംവിധായകൻ ഡിജോ ജോസ് ആന്റണിക്കും കോവിഡ് ബാധ സ്ഥിരീകരിച്ചു. COVID-19 ഫലപ്രദമായ ചികിത്സാ രീതി മുന്നോട്ട് വെച്ച് ഇന്ത്യൻ അമേരിക്കൻ വംശജയായ 14-കാരിക്കാണ് US യുവശാസ്ത്ര സമ്മാനം. അനിക ചെമ്പ്രാനാണ് US യുവശാസ്ത്ര സമ്മാനത്തിന് അർഹയായത്. ഹലോ സുനിൽ സാർ, നമസ്കാരം. ഞാൻ ചന്ദന ചന്ദ്രൻ, പേരാമ്പ്ര ഹൈസ്കൂൾ 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ഞാൻ NCC കേഡറ്റാണ്. പിന്നെ സാർ, ഞാൻ വിളിച്ചത് സാറോട് ചില കാര്യങ്ങൾ ചോദിച്ചറിയാനാണ്. സർ, സിയൻഷ്യ 2020 എന്ന പേരിൽ സ്കൂളിൽ ഒരു സയൻസ് ക്ലബ്ബ് രൂപീകരിച്ചിട്ടുണ്ടല്ലോ. ഈ ക്ലബ്ബ് രൂപീകരിച്ചിട്ട് എത്ര വർഷമായി കാണും? അതോ ഈ അടുത്ത കാലത്ത് രൂപീകരിച്ചതാണോ? ഹലോ ചന്ദന ചന്ദ്രൻ, എന്നെ വിളിച്ചതിലുള്ള സന്തോഷം ആദ്യമേ പങ്കുവെക്കട്ടെ. സാധാരണഗതിയിൽ ഓരോ അക്കാദമിക് ഇയറിലും തുടക്കത്തിലാണ് സയൻസ് ക്ലബ്ബ് രൂപീകരിക്കാറുള്ളത്. അതേപോലെ ഈ വർഷവും കോവിഡ് പശ്ചാത്തലത്തിൽ തുടക്കത്തിൽ രൂപീകരിക്കാൻ സാധിക്കാത്തതുകൊണ്ട് ഈ അടുത്ത കാലത്താണ് സയൻസ് ക്ലബ്ബ് രൂപീകരിക്കപ്പെട്ടത്. ശരി സാർ. സാർ, എന്താണ് ഈ ക്ലബിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ? ക്ലബിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെപ്പറ്റി പറയുകയാണെങ്കിൽ, വിദ്യാർത്ഥികൾക്ക് പാഠപുസ്തകത്തിനപ്പുറം ചിന്തിക്കാനും പ്രവർത്തിക്കാനും സയൻസ് ക്ലബിൻ്റെ പ്രവർത്തനം സഹായകരമാണ്. കുട്ടികളിൽ ശാസ്ത്രബോധം വളർത്താനും ശാസ്ത്രത്തിൻ്റെ രീതികൾ മനസ്സിലാക്കാനും സയൻസ് ക്ലബിലൂടെ സാധിക്കുന്നു. നമ്മുടെ കുട്ടികളിൽ വളരെയധികം പേർ ക്ലാസ്സിൽ പഠനത്തിൽ വലിയ മികവ് പുലർത്താത്തവർ പോലും ധാരാളം ശാസ്ത്ര പരീക്ഷണങ്ങളിൽ ഏർപ്പെടുന്നതും ഉപകരണങ്ങൾ നിർമ്മിക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. ഇത്തരം കുട്ടികളെ കണ്ടെത്താനും പ്രോത്സാഹിപ്പിക്കാനും നമുക്ക് സയൻസ് ക്ലബിലൂടെ സാധിക്കും. ശരി സാർ, എങ്ങനെയാണ് ഈ ക്ലബിന് സിയൻഷ്യ എന്ന പേര് വന്നത്? കേൾക്കുമ്പോൾ ഒരു ചൈനീസ് ലുക്കുണ്ട്, പറയാമോ സാർ? സത്യം പറഞ്ഞാൽ ഈ പേര് ക്ലബിലെ 2 കുട്ടികൾ തന്നെ നിർദ്ദേശിച്ചതാണ്. 9 സിയിലെ ഇന്ദുലക്ഷ്മിയും 8th ഡിയിലെ മുഹമ്മദ് മിൻഹാജും. ഞാൻ പറഞ്ഞുവല്ലോ, ഈ വർഷത്തെ ക്ലബ്ബ് രൂപീകരണം വാട്സപ്പ് ഗ്രൂപ്പ് വഴിയായിരുന്നു. 2 ഗ്രൂപ്പുകളിലായി 450ഓളം കുട്ടികളുണ്ട്. ക്ലബിനൊരു പേര് നിർദ്ദേശിക്കാൻ എല്ലാ അംഗങ്ങളോടും ആവശ്യപ്പെട്ടു. 2 ഗ്രൂപ്പുകളിലുമായി 200ഓളം കുട്ടികൾ വ്യത്യസ്തങ്ങളായ അനേകം പേരുകൾ നിർദ്ദേശിച്ചതിൽ 5 അധ്യാപകരടങ്ങിയ ഒരു സെലക്ഷൻ കമ്മിറ്റി തിരഞ്ഞെടുത്തതാണ് സിയൻഷ എന്ന ഈ പേര്. അറിവ്, നോളജ് എന്നർത്ഥം വരുന്ന ഒരു ലാറ്റിൻ പദമാണിത്. ഓക്കെ സാർ. സാർ, ഇത്രയും കാര്യങ്ങൾ അറിയാൻ സാധിച്ചത് വളരെയധികം നന്ദിയുണ്ട്. സാറിന്റെ തിരക്കുള്ള വിലപ്പെട്ട സമയം ഇതിനായി ചിലവഴിച്ചതിൽ സാറിനോടുള്ള നന്ദിയും സ്നേഹവും കടപ്പാടും ഞാൻ ഒരിക്കൽ കൂടി അറിയിക്കുന്നു. താങ്ക് യു സാർ. ഇതോടെ വാർത്താ ബുള്ളറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.
ഇന്നത്തെ ക്യൂസ് കോമ്പറ്റീഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കേഡറ്റ് നവീൻ കൃഷ്ണ. അപ്പോൾ ഇന്നത്തെ ക്യൂസിലേക്ക് കടക്കാം. അതിനു മുമ്പേ ക്യൂസിൽ ഫസ്റ്റ് അടിക്കുന്ന ആൾക്ക് സമ്മാനങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ആദ്യത്തെ ചോദ്യം. വെൻ ദ COVID-19 സ്പ്രെഡ് ഓൺ ഇന്ത്യ? ഓപ്ഷൻ എ ഫെബ്രുവരി 10, ഓപ്ഷൻ ബി ജനുവരി 2, ഓപ്ഷൻ സി ജനുവരി 30, ഓപ്ഷൻ ഡി മാർച്ച് 8. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. വെൻ ദ ISRO ലോഞ്ച്ഡ് ചന്ദ്രയാൻ 2 ഇൻ ദ സ്പേസ്? ഓപ്ഷൻ എ ജൂലൈ 22, 2019, ഓപ്ഷൻ ബി മാർച്ച് 8, 2007, ഓപ്ഷൻ സി ഫെബ്രുവരി 2, 2020, ഓപ്ഷൻ ഡി ഒക്ടോബർ 8, 2018. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ദ 2006 വേൾഡ് കപ്പ് ഫുട്ബോൾ ഈസ് ടൂർണമെന്റ് ഹെൽഡ് ഇൻ? ഓപ്ഷൻ എ ഫ്രാൻസ്, ഓപ്ഷൻ ബി ബ്രസീൽ, ഓപ്ഷൻ സി ഇറ്റലി, ഓപ്ഷൻ ഡി ജർമ്മനി. അപ്പോൾ ഇന്നത്തെ ക്യൂസ് ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും ബൈ ബൈ. Hi, I am Cadet Tirtha. I would like to speak some words about Dr. Radhakrishnan. Dr. Radhakrishnan was subsequent President of India. He was considered on 3 September 1888 in Tiruthani town in Tamil Nadu. He had his essential instruction as a Christian teacher organization, Lutheran Mission School. He finished graduation and post-graduation from Madras Christian College. He went to Sivakamu Radhakrishnan in 1904. He got the Bachelor of Arts degree at the top of the lines in 1908. Radhakrishnan's first gathering with Mahatma Gandhi was in 1915. He was the primary vice president of the India from 13 May 1952 to 12 May 1962. He turned into the second president of India at 14 May 1962. It was 17 April 1975 when he left the world. Thank you.